വളരെ കൂളായിട്ട് നിന്നൊരു വ്യക്തി പിന്നീട് പ്രതിയാണെന്ന് അറിഞ്ഞപ്പോൾ വളരെയധികം നമ്മുടെ നിയമ നേരിട്ട് കണ്ടിരുന്നു അച്ഛനെ. Yes. ഓ. പക്ഷെ അതിനുശേഷമാണ് അത് പുള്ളി അച്ഛനാണ് പ്രതി എന്നറിയുന്നത്. കുഞ്ഞിൻ്റെ ബോഡിയുമായിട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് അയാളുടെ ഒരു ഫീലിങ്ങും ഇല്ലാതെ വളരെ കൂൾ മൈൻഡിലാണ് നിൽക്കുന്നത്. ആ വ്യക്തി മുതിൻ്റെ അത് പ്രതിയാവുക ഇങ്ങനെ കിണറ്റിലെറിഞ്ഞൊരു കുഞ്ഞിനെ കൊണ്ട് അതൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മളെ കണ്ണിൽ ആ കുഞ്ഞിൻ്റെ മുഖം വരും. ഏത് കുഞ്ഞുങ്ങളെ കണ്ടിരുന്നാലും 2 ദിവസം അതിങ്ങനെ ഉള്ളിലൊരു വിങ്ങൽ പോലെ കിടക്കും. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ആ കുഞ്ഞിനെ പൊതിഞ്ഞിങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കണ്ണിൽ നിന്ന് ചിലപ്പോൾ മായാൻ 2 ദിവസം എടുക്കും. ഈ കുഞ്ഞുങ്ങളുടെ മൃതശരീരത്തിനോട് മാത്രമാണ് ആ ഒരു ഏറ്റവും കൂടുതൽ മനസ്സിനെ വേദനിപ്പിക്കുന്നത്. അമ്മത്തൊട്ടിലെ പോലുള്ള സ്ഥലങ്ങളിലെ കുഞ്ഞുങ്ങളുടെ മൃതശരീരങ്ങളൊക്കെ ഇടയ്ക്ക് വന്നിട്ട് പക്ഷെ അതൊക്കെ നമുക്ക് വളരെയധികം വിഷമിക്കുന്ന കാര്യമാണ്. കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ള ആൾക്കാരുടെ മൃതശരീരം വരെ കാണുന്നത് നമുക്ക് ഇത്രയും ഇടപെടുന്ന നമ്മൾ അങ്ങനെ നമുക്കങ്ങനെ ഒരു നെഗറ്റീവ് ഫീലേ ഉണ്ടായിട്ടില്ല. മകൻ കൂടെ വരുന്നു, ആഹാരം കഴിക്കുന്നു, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷേ എന്തോ എൻ്റെ ജീവിതാനുഭവത്തിൽ അങ്ങനെ ഒരു സംഭവമേ അങ്ങനെ ഒരു ഫീലിംഗ് നമുക്കെന്നല്ല മോർച്ചറി ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ആർക്കും അങ്ങനെ ഒരു ഫീലിംഗ് ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. പലപ്പോഴും ഈ മൃതശരീരങ്ങളെ ഡീൽ ചെയ്തതിന് ശേഷം മുമ്പ് ഞാൻ ഇങ്ങനെയുള്ള മൃതശരീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്യൂരിറ്റികൾ ആംബുലൻസ് ഡ്രൈവേഴ്സിനോടൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ഒരു ഇനീഷ്യൽ ഡേയ്സിൽ ഈ ജോലി ടേക്കപ്പ് ചെയ്ത് ഇനീഷ്യൽ ഡേയ്സിൽ ഇത് ഡീൽ ചെയ്തതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാവുക അങ്ങനത്തെ ഒരു ഫേസ് ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. കണ്ണൻ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, എനിക്ക് അങ്ങനെ അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞാൽ തുടക്കത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത് നമ്മുടെ ഒരു ഇതാണ്. നമ്മളിപ്പം ബോഡി എടുത്ത് കൈ കഴുകിയിട്ട് അപ്പുറത്തും ചായ കുടിക്കാറുണ്ട്. കാരണം നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റും. ഇപ്പം ഇതെടുത്തത് കൊണ്ട് ആഹാരം കഴിക്കാതിരിക്കുക എന്ന് പറയുന്നത് അങ്ങനെ സംഭവിക്കത്തില്ലല്ലോ. ഇപ്പം നമ്മൾ കൈവാഷി കഴിക്കും, ഇത് ചെയ്യും. ആദ്യമൊക്കെ ആദ്യം ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വലിയ കുഴപ്പമില്ല. ഈ പൊള്ളിയ മൃതശരീരങ്ങൾ ഉണ്ടാവുമല്ലോ പലപ്പോഴും തീയുമായി ബന്ധപ്പെട്ടുള്ള അപകടങ്ങളൊക്കെ പെട്ടിട്ട് അവരെ ടേക്കപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും അധികം നേരിടുന്ന പ്രതിസന്ധി എന്തൊക്കെയാണ്? ബോഡി ഈ പൊള്ളലേറ്റൊക്കെ ഇഷ്ടംപോലെ ബോഡികൾ വരുന്ന സ്ഥലമാണ് മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം വന്നിരുന്നാലും നമുക്ക് ആ ബോഡി എടുത്ത് കൊടുക്കുക എന്നുള്ളൊരു കർത്തവ്യം മാത്രമേ ഉള്ളൂ. ബാക്കി പോലീസാണ് ഇൻക്വസ്റ്റ് നടത്തി അകത്ത് കൊടുക്കുന്നത്. സെക്യൂരിറ്റിക്ക് ആ ബോഡി എടുത്ത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ മറ്റേ നമ്മൾ എല്ലാ സാധനങ്ങളും കണ്ട് നമ്മുടെയൊക്കെ മൈൻഡ് കുറച്ച് നിർജീവമായിട്ടുണ്ട്. മൃതദേഹത്തിന് പുറമെ കാവൽ നിൽക്കുന്ന ഒരു ജോലിയാണല്ലോ. എത്ര കാവൽ നിന്നിട്ടും ടേക്കപ്പ് ചെയ്യാൻ പറ്റാതെ കിടക്കുന്ന അജ്ഞാത ശവശരീരങ്ങൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അജ്ഞാത മൃതദേഹങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് കൂടുതലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. അതിൻ്റെ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം ഒരു അജ്ഞാത മൃതദേഹം വന്നു കഴിഞ്ഞാൽ നമ്മളത് ഏത് സ്റ്റേഷനിലാണോ ഇൻറ്റിമേഷൻ കൊടുക്കുന്നത് ആ സ്റ്റേഷനിലെ പോലീസുകാർക്ക് അതിൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കും. പിന്നെ പോലീസാണ് നടപടിക്രമങ്ങൾ ചെയ്യേണ്ടത്. അവർക്കത് പത്രത്തിൽ കൊടുത്ത് അവരുടെ ഒരു കാലതാമസമുണ്ട്. അതിനുശേഷം അത് ഞങ്ങൾ ആ പേപ്പറിൻ്റെ പോലീസിൻ്റെ കയ്യിൽ നിന്ന് NOC മേടിക്കും. ഈ ബോഡി ഡിസ്പോസൽ ചെയ്യാനുള്ള കത്ത് മേടിച്ചിട്ട് പിന്നെ അതിനുശേഷം ഞങ്ങളത് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് ഡിസ്പോസൽ ചെയ്യുന്നത്, നമ്മുടെ ശാന്തി കവാടത്തിൽ. അതിന് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് ഈ ബോഡി കൊണ്ടുപോകുന്നതിനൊക്കെ. കാരണം പേപ്പർ വർക്ക് പോലീസ് NOC കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അത് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്ര ദിവസമാണ് ഒരു മൃതദേഹം സംസ്കരിക്കാൻ വേണ്ടിയിട്ട്? ഐ മീൻ അജ്ഞാത മൃതദേഹം നമ്മൾ പരമാവധി പറയുന്നത് 14 ദിവസമാണ് പറയുന്നത്. 14 ദിവസത്തിനകം ഡിസ്പോസൽ ചെയ്യാന്നാണ് പറയുന്നത്. നമ്മൾ പിന്നെ ആ ബോഡിയുടെ സിറ്റുവേഷൻ എങ്ങനെ, നല്ല ബോഡിയൊക്കെ ആണോ, ചിലതൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ അത് പോലീസ് നടപടിക്രമങ്ങൾ ഉള്ളതാണെങ്കിൽ അവരുടെ 14 ദിവസത്തിനകത്ത് അവർ തന്നെ നമുക്ക് പേപ്പർ തരും. അത് വെച്ചിട്ട് നമ്മൾ പിന്നെ തിരിച്ച് സൂപ്രണ്ട്, കോർപ്പറേഷൻ സെക്രട്ടറി കത്ത് കൊടുത്തിട്ട് നമ്മളെ ശാന്തി കവാടത്തിൽ നിന്ന് ആള് വന്ന് ബോഡിയെല്ലാം കൊണ്ടുപോകും. ഈ 8 വർഷത്തിൽ ഏറ്റവും അധികം മനസ്സ് മടുപ്പിച്ച, ഒരുപാട് ദിവസങ്ങളോളം വിഷമത്തിലേക്ക് കൊണ്ടുപോയ ഒരു മൃതദേഹവുമായി ബന്ധപ്പെട്ട നടപടിക്രമം പറയാൻ പറഞ്ഞാൽ ഏത് ഓർമ്മയായിരിക്കും ചൂസ് ചെയ്യുക? അത് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഈ കുഞ്ഞുങ്ങളുടെ മൃതശരീരത്തിനോട് മാത്രമാണ് ആ ഒരു ഏറ്റവും കൂടുതൽ മനസ്സിനെ വേദനിപ്പിക്കുന്നത്. കാരണം
ചില നമ്മുടെ എന്താ പറയുന്നത് അമ്മത്തൊട്ടിലെ പോലുള്ള സ്ഥലങ്ങളിലെ കുഞ്ഞുങ്ങൾ ശരീരങ്ങളൊക്കെ ഇടയ്ക്ക് വന്നിട്ട് ഇടയ്ക്ക് ഒന്നും തോന്നിയിട്ടുള്ളൂ തോന്നും. പക്ഷെ അതൊക്കെ നമുക്ക് വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്നതാണ്. ചില പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടൊക്കെ ആരും ഉപേക്ഷിച്ചിട്ട് അനാദരവാണ്. ആ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ അത് നമ്മുടെ അങ്ങ് മനസ്സിനെ അങ്ങ് വല്ലാതെ ഡിപ്രസ്ഡ് ആക്കും. വല്ലാതെ വല്ലാതെ എന്ന് പറഞ്ഞാൽ വളരെ വളരെയധികം വിഷമിക്കുന്ന കാര്യമാണ്. പക്ഷേ അതുപോലെ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുന്നത് നമ്മളെ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞൊരു കുഞ്ഞിനെ കൊണ്ടില്ലേ ഉം, ഉം. അങ്ങ് അതൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മളെ കണ്ണിൽ ആ കുഞ്ഞിൻ്റെ മുഖം വരും. ചില സമയങ്ങളിൽ നമ്മൾ ആ ഒരു 1-2 ദിവസം അത് കാണുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ആ മുഖം ഇങ്ങനെ മാറത്തില്ല. അത് കുഞ്ഞുങ്ങളുടെ മുഖം എപ്പോഴും അങ്ങനെയാണ്. ഏത് കുഞ്ഞുങ്ങളെ കണ്ടിരുന്നാലും 2 ദിവസം അതിങ്ങനെ ഉള്ളിലൊരു വിങ്ങൽ പോലെ കിടക്കും. അവരെ കൊണ്ടുപോയിരുന്നാലും നമ്മുടെ മനസ്സിൽ, കാരണം നമ്മുടെ ഫ്രണ്ടിൽ കൂടി ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ആ കുഞ്ഞിനെ പൊതിഞ്ഞിങ്ങനെ കൊടുക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ കണ്ണിൽ നിന്ന് ചിലപ്പോൾ മായാൻ 2 ദിവസം എടുക്കും ഉം, ഉം. കുഞ്ഞുങ്ങളത്. ഏറ്റവും അധികം ഭീതി ഉണ്ടാക്കിയ ഒരു മൃതശരീരത്തിന്റെ അവസ്ഥ കണ്ടിട്ട് ഏറ്റവും അധികം ഭീതി തോന്നിയ സന്ദർഭം ഏതായിരുന്നു? 1-2 ദിവസം എടുത്തു അത് മറികടക്കാൻ ആ അല്ല, ഓർമ്മയെ? ഭീതി അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. കാരണം എല്ലാം പിന്നെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാതരം മൃതശരീരങ്ങളും കാണുന്ന ഒരു വ്യക്തിയാണ്. ഉം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇന്നത് കണ്ട പേടി എന്നുള്ള സാധനം അങ്ങനെ ഇല്ല. ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ആ, 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 ആ. ഞാനത് കാരണം ഇത്രയും വർഷത്തിനിടയ്ക്ക് അങ്ങനെ പേടി എന്ന് പറയുന്ന കാരണം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ആ. കാരണം ഞാൻ ഈ മോർച്ചറിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞില്ലേ രാത്രി അവിടുത്തെ നമ്മൾ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു ഫ്രീസറിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് രാത്രി കിടക്കുമ്പോൾ കൂടെ ഉള്ളവർ ചോദിച്ചിട്ടുണ്ട്, നീ അവിടെ ചെന്ന് എങ്ങനെ കിടക്കുന്നത്, നിനക്ക് പേടിയാവത്തില്ലേ? ഉം. ഞാൻ പിന്നെ എന്തിനു പേടിക്കണം? കാരണം നമ്മൾ ജോലി ചെയ്യുന്ന സമയം നമ്മളവിടെ കിടക്കുന്നു. കാരണം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് പോലും നമുക്ക് അത് ഉള്ളിൽ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മളതിനെ പേടിക്കേണ്ട കാര്യമുള്ളൂ. ഉം, ഉം, ഉം. നമ്മൾ അങ്ങനെ ചെന്ന് നമ്മൾ ഡോറ് തുറക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പേടി നമുക്കൊരു ഫീലിംഗ് വന്നാൽ മാത്രമേ നമുക്ക് പേടി തോന്നുന്നു, അല്ലെങ്കിൽ ഉം, തോന്നത്തില്ലല്ലോ. ഉം, ഉം. അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ആകപ്പട ഈ മനസ്സിൽ കിടന്ന് കറങ്ങുന്നത് കുഞ്ഞുങ്ങളുടെ ബോഡികൾ വരുമ്പോൾ മാത്രമാണ്. ഈ ആത്മാക്കളുടെ സാന്നിധ്യം അല്ലെങ്കിൽ പ്രേതാനുഭവങ്ങൾ, ഇത് ഈ മോർച്ചറിയുമായി ചുറ്റുപറ്റി അതിന്റെ ഒരുപാട് കഥകളും ഉണ്ടല്ലോ. എന്താ ഇതിന്റെയൊക്കെ ഒരു സത്യാവസ്ഥ? നമ്മളെ പല പ്രമുഖ ചാനലുകളിലും ഇപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകളുണ്ട്. അപ്പം ഉം. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, നമ്മൾ പലതരം മൃതശരീരങ്ങൾ പല രീതിയിലുള്ളത് ഉം. കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ള ആൾക്കാരുടെ മൃതശരീരം വരെ കാണുന്നത് നമുക്ക് ഉം. ഇത്രയും ഇടപെടുന്ന നമ്മൾ അങ്ങനെ നമുക്കങ്ങനെ ഒരു നെഗറ്റീവ് ഫീലേ ഉണ്ടായിട്ടില്ല. ഉം. അപ്പം ഞാൻ ഈ ഇടയ്ക്ക് ചാനൽ നോക്കിയപ്പോൾ എന്താ പറയുന്നത്, അത് ഇപ്പം മകൻ കൂടെ വരുന്നു, ആഹാരം കഴിക്കുന്നു, ഉം. അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷേ എന്തോ എൻ്റെ ജീവിതാനുഭവത്തിൽ അങ്ങനെ ഒരു സംഭവമേ പ്രസൻസ്. ആ. അങ്ങനെ ഒരു ഫീലിംഗ് നമുക്കെന്നല്ല മോർച്ചറി ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ആർക്കും അങ്ങനെ ഒരു ഫീലിംഗ് ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. ഉം. ഈ ഉറക്കം, അല്ലെങ്കിൽ സ്ലീപ്പ് സൈക്കിൾ ഇതൊക്കെ ബാധിക്കുമോ ഈ ജോലി ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്? ഉറക്കത്തെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പേടിപ്പെടുത്തുന്ന ഒന്നും ഉണ്ടാകത്തില്ല. ഞാൻ പറഞ്ഞ ഉം. 1-2 കാര്യങ്ങളാണ് ഞാൻ ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനും ഒരു അച്ഛനാണ്. ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അത് ഉണ്ടാവുന്ന ട്രോമ. ചിലപ്പം നമുക്കതിനെ ഒന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ശകലം ഓർക്കം ചെയ്തെടുക്കാൻ കുറച്ച് ഇത് വരും. ഉം, കാരണം ഉം. ഒരുപാട് കുഞ്ഞുങ്ങൾ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞുങ്ങൾ മറ്റേ പൊടി കുഞ്ഞുങ്ങളെ കാണുമ്പോഴാണ് ഏറ്റവും മനസ്സ് വിങ്ങുന്നു. മനസ്സ് വീങ്ങുന്നത്. ഈ ഇടയ്ക്ക് തന്നെ മറ്റേ ഒരു കുഞ്ഞിനെ അച്ഛൻ കൊന്ന് മരിച്ചില്ലേ, അപ്പം ഉം, അതൊക്കെ ഉം. കാണുമ്പോൾ ആ കുഞ്ഞിനെ കാണുമ്പോൾ ഞാനും വീട്ടിലൊരു കുഞ്ഞുള്ള ആളാണ്. അപ്പം നമുക്ക് അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ ഒരു ശകലം ഒരു ഉം, ഉം. ടൈം എടുക്കാറുണ്ട്. അല്ലാതെ ബാക്കി ഇപ്പോൾ മൃതശരീരം കണ്ടു അങ്ങനെ പേടി അങ്ങനത്തെ ഒരു ഫീലിംഗ് ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. ഉം, ഉം. അത് ഈ ജോലി ചെയ്ത് അങ്ങനെ ഷിഫ്റ്റുകൾ എടുത്ത് അങ്ങനെ സ്ലീപ്പിനെ ബാധിക്കുന്നുണ്ടോന്നാ ചോദിക്കുന്നത്? എങ്ങനെ ഇല്ല ഇല്ല അങ്ങനത്തെ വേറെ ഇല്ല ആ, കുഴപ്പമൊന്നുമില്ല. ആ. ഓക്കെ, ഓക്കെ, ഓക്കെ. ഇപ്പൊ ഒരുപാട് കുട്ടികളുടെ മൃതശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇതിൽ പലപ്പോഴും ഈ അമ്മ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷന്റെ ഭാഗമായിട്ട് അവരറിയാതെ മരണത്തിലേക്ക് തള്ളിവിട്ട കുട്ടികളുണ്ടാവും. അച്ഛൻ മദ്യപിച്ചിട്ട് മരണപ്പെട്ട കുട്ടികളുണ്ടാവും. ഈ പാരൻസിനെ പലപ്പോഴും അതിന്റെ ഭാഗമായിട്ട് പിന്നീട് വാർത്തകളിലൊക്കെ കാണുമ്പോൾ ഈ ഇൻസിഡന്റ് പെട്ടെന്ന് മനസ്സിലേക്ക് കയറി വരാറുണ്ടോ? അത് ഒരുപാടുണ്ട്. ഉണ്ടുണ്ട്. കാരണം അതിനകത്ത് നമ്മളെന്താ പറയണ്ടേ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ ഈ അടുത്ത കാലത്ത് വരെ കണ്ടിട്ടുണ്ട്. ഉം, അതിൻ്റെ ഇത് പറയുന്നില്ല. പക്ഷേ ഉം. ആ നിന്ന അച്ഛൻ
വളരെ കൂളായിട്ട് നിന്നൊരു വ്യക്തി പിന്നീട് പ്രതിയാണെന്ന് അറിഞ്ഞപ്പോൾ വളരെയധികം നമ്മുടെ അത് നിയമ നേരിട്ട് കണ്ടിരുന്നു അച്ഛനെ. Yes. ഓ. പക്ഷെ അതിനുശേഷമാണ് അത് പുള്ളി അച്ഛനാണ് പ്രതി എന്നറിയുന്നത്. പക്ഷേ ആ സമയത്തൊക്കെയാണ് നമ്മുടെ ഈ നിയമവ്യവസ്ഥയെ കുറിച്ചൊക്കെ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരുന്നത്. ഓക്കെ ഓക്കെ. മനസ്സിലായില്ല? അതായത് ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് ആ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം കഴിയുന്നത് വരെ അച്ഛൻ പുറത്തുണ്ട്. അതാണ് നമ്മുടെ ഈ സുരക്ഷാ ജീവനക്കാരന്റെ ഒരു ട്രോമ. മാനസികാവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പൊ പോസ്റ്റ്മോർട്ടത്തിന് കയറ്റി കഴിഞ്ഞാൽ ആ ഡോക്ടർമാരെ അല്ലെങ്കിൽ നമ്മുടെ അകത്തുള്ളവരെല്ലാം കാണുന്നത് എന്താണ്? ആ കുഞ്ഞിന്റെ ബോഡി മാത്രമേ കാണത്തുള്ളൂ. സുരക്ഷാ ജീവനക്കാരൻ അതല്ല, ഈ നിൽക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥയും കാണുന്നു. ഭയങ്കര ഭയങ്കര. കാരണം ഞാനും ഒരു അച്ഛനാണ് എന്നുള്ള ബോധം അപ്പോൾ ആ സമയത്ത് പിന്നീട് പുള്ളി പ്രതിയാണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ മൈൻഡിൽ അയാൾ ആ സമയത്ത് അവിടെ നിന്ന് അവിടെ ഇരുന്ന് പുള്ളിയുടെ ഇതെല്ലാം എൻ്റെ മൈൻഡിലെല്ലാം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. വല്ലാത്ത സംഭവമായിരുന്നു കേട്ടോ. പിന്നീട് അയാളുടെ മുഖം ഇനി മറക്കുകയില്ല. ഇല്ല, കാരണം പുള്ളി ആ കുഞ്ഞിന്റെ ബോഡിയുമായിട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് അയാളുടെ ഒരു ഫീലിംഗും ഇല്ല. അയാൾ വളരെ കൂൾ മൈൻഡിലാണ് നിൽക്കുന്നത്. ആ വ്യക്തി മുതിൻ്റെ അത് പ്രതിയാവുക വളരെ വല്ലാത്ത ഒരു കാര്യമാണ്. ഇപ്പോൾ ഏറ്റുവാങ്ങിയ മൃതദേഹങ്ങൾ പലപ്പോഴും കൊലപാതകങ്ങളുടെയൊക്കെ ഭാഗമായിട്ടുള്ള മൃതദേഹങ്ങളാണെങ്കിൽ പിന്നീട് അതിൻ്റെ അന്വേഷണങ്ങൾ ഒരു ത്രില്ലിംഗ് അനുഭവം പോലെ പോലീസ് കണ്ടുപിടിച്ചിട്ടുള്ള അങ്ങനത്തെ ഓർമ്മകളുണ്ടോ? അവിടെ വരുന്ന എല്ലാം ഇങ്ങനെ പോലീസ് കൊണ്ടുവരുന്നതാണ്, അല്ലാതെ അങ്ങനെ ഫോളോ അപ്പ് ചെയ്തിട്ട് അങ്ങനെ ഇല്ല ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ. ഈ പലപ്പോഴും ഈ തൂങ്ങി മരണങ്ങൾ ഉണ്ടാകുന്ന മൃതദേഹങ്ങളുണ്ടല്ലോ, അവരുടെ മുഖം കണ്ടിരിക്കുക അല്ലെങ്കിൽ അവരുടെ ശരീരത്തിന്റെ ഭാഷ മൊത്തത്തിൽ മാറിയിരിക്കും. അത് കണ്ടിരിക്കുന്നത് മറ്റു മൃതദേഹങ്ങളെ വെച്ച് വ്യത്യസ്തമാണെന്ന് കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വിശദീകരിക്കാമോ? നമുക്ക് യഥാർത്ഥത്തിൽ സുരക്ഷാ ജീവനക്കാരന് ബോഡി മൊത്തത്തിൽ കാണാൻ സാധിക്കത്തില്ല. ഓക്കെ ഓക്കെ. നമ്മൾ ആ ഫേസ് മാത്രം ബന്ധുക്കളുടെ മുമ്പിൽ വെച്ച് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം പിന്നെ പല രൂപങ്ങളായിരിക്കും. നമ്മളെ ഹാങ് ചെയ്ത് വരുമ്പോൾ പല രൂപങ്ങൾ നമുക്ക് തുറന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ വളരെ പേടിപ്പിക്കുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ ഫേസ് ഒക്കെ. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ അതെ ചിലതിൻ്റെയൊക്കെ. കാരണം നമ്മളെ കൂടി നിന്നാണ് ഈ ബോഡി ഐഡന്റിഫൈ ചെയ്യുന്നത്. നിങ്ങളും ഈ തുണി മാറ്റുമ്പോഴാണ് ആദ്യമായിട്ട് അവരെ കാണുക? തീർച്ചയായിട്ടും. നിങ്ങളുടെ കാഴ്ച അവരുടെ കാഴ്ച ആദ്യ കാഴ്ച? അതെ. ഓക്കെ 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 ഓക്കെ. കാരണം ഒരു ബോഡിയുടെ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ ഒരു ബോഡി വന്നു കഴിഞ്ഞാൽ ആ ബോഡിയുടെ കസ്റ്റോഡിയൻ പോലീസാണ്. ആ പോലീസിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ ആ ബോഡി ബന്ധുക്കൾക്ക് ഹാൻഡ് ഓവർ ചെയ്യത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇൻക്വസ്റ്റ് നടന്ന് ഇത് പോസ്റ്റ്മോർട്ടത്തിനായി അകത്ത് കൊടുത്ത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങി നമ്മൾ പോലീസിനാണ് ബോഡി ഹാൻഡ് ഓവർ ചെയ്യുന്നത്. പോലീസ് എന്നിട്ടാണ് ബന്ധുക്കൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഒരു നടപടിക്രമം അത് ആ പ്രൊസീജിയർ അനുസരിച്ച് മാത്രമേ ഇങ്ങനെ ഒരു കറങ്ങി വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞത്. ഈ പലതരം ആളുകൾ, അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മോർച്ചറി എന്ന് പറയുന്ന സ്ഥലം ഇപ്പം ആൾക്കാരെല്ലാം ഇപ്പം ഞാനിവിടെ 8 വർഷമായി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാരണം മോർച്ചറി എന്ന് പറയുന്നത് തിരുവനന്തപുരം മെഡിക്കൽ മോർച്ചറി കുറച്ച് വ്യത്യസ്തമാണ്. വാർത്തകളെല്ലാം കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് എന്ന് പറയുന്നത് ഒരു ചെറിയ ടേബിള്, ഒരു ചെയർ, അങ്ങനെ ഒരു സംവിധാനത്തിലാണ് അവിടെ ജോലി ചെയ്യുന്നത്. അപ്പം അവിടെ ജോലി ചെയ്ത് ഇപ്പം നമ്മളിത് ഈ പല മാനസികാവസ്ഥയിലുള്ള ആളുകളെല്ലാം കണ്ടിട്ട് അപ്പോൾ നമ്മളെ പൊതുവിൽ എല്ലായിടത്തും മോർച്ചറി എന്ന് പറയുന്ന ഒരു ഇരുണ്ട റൂം, ആ ഒരു കാഴ്ചപ്പാട് പൊതുജന സമൂഹത്തിന് മൊത്തത്തിൽ. അപ്പൊ എന്തുകൊണ്ട് അവിടെ ഒരു മാറ്റം വരുത്തിക്കൂടാ? നമ്മുടെ ആ ഒരു ചിന്ത, കാരണം കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ ആ ഒരു ചിന്തയും മാറണമല്ലോ. അങ്ങനെ എന്തുകൊണ്ട് മാറിക്കൂടാ എന്ന് വെച്ചാൽ അന്നത്തെ സൂപ്രണ്ട് നിസാറുദ്ദീൻ സാറുണ്ട്, ഡോക്ടർ നിസാറുദ്ദീൻ. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ചെന്ന് സാർ നമുക്ക് എന്തുകൊണ്ട് ഒരു മാറ്റം വരുത്തിക്കൂടാ? പുള്ളി ഭയങ്കര സപ്പോർട്ടാണ്. സാർ അതിനെന്താണ് മാറ്റം വരുത്താം. സാറ് തന്നെ മുൻകൈ എടുത്ത് നമുക്ക് ആ റിസപ്ഷൻ ഏരിയയൊക്കെ ടെയിൽ ചെയ്തു. അപ്പം ടെയിൽ ചെയ്തു. പിന്നെ അവിടെ അതിനുശേഷം നമ്മൾ കുറച്ച് ചെടികളൊക്കെ വെച്ചു ഫ്രണ്ടിൽ റിസപ്ഷൻ ഏരിയയിൽ. ആ റിസപ്ഷൻ ഏരിയ മൊത്തം ചുമർ ചിത്രങ്ങൾ വരച്ചു, വൃക്ഷങ്ങൾ, അങ്ങനെ പിന്നെ കുറച്ച് ലൈബ്രറി പോലെ ഒരു സംവിധാനം തുറന്നു. റിസപ്ഷൻ ഏരിയയിൽ ഫിഷ് ടാങ്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെയെല്ലാം ഭീകരത കുറയ്ക്കാൻ. കാരണം നമ്മള് പല മാനസികാവസ്ഥ വരുന്ന ആൾക്കാരാണ്. അവരെല്ലാവരുടെയും കാഴ്ചപ്പാടിൽ മോർച്ചറി എന്ന് പറയുന്നത് ഒരു ഭീകര സ്ഥലമാണ്. അപ്പൊ അതിൽ നിന്ന്
വ്യത്യസ്തമായ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് അവിടെ ഒരു ചെറിയ ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർ ചോദിക്കുന്നത് ശവങ്ങൾക്കെതിരെ ലൈബ്രറി എന്ന് ചോദിച്ച ആളുകളുണ്ട്. പക്ഷെ നമ്മുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് അവിടെ വന്ന് ഒരു വ്യക്തി കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു സെക്കൻഡ് നേരത്തെങ്കിലും അവരുടെ ചിന്ത ആ ഒരു പരിസരത്തോട്ട് മാറും. പിന്നെ പോലീസുകാരും അവർ ഒരുപാട് സമയം ഇരിക്കുന്നതാണ്. ചിലവർ വന്നവരായതാണ്. അപ്പം ജസ്റ്റ് ഒന്ന് റിലാക്സേഷന് വേണ്ടി ഒരു ബുക്ക് എടുത്ത് വായിക്കുക, അത്രയേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം ചിലവരെ ആ ഒരു വാർത്ത വന്നപ്പോൾ കുറേ പേര് അപ്പോൾ ശവങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയാണ് ബുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അങ്ങനെയൊക്കെ നെഗറ്റീവ് പറയുന്നവർക്ക് പറയാം. പക്ഷേ അവർ മനസ്സിലാക്കേണ്ടത് ഈ കേരളത്തിൽ എവിടെ പോയിരുന്നാലും മോർച്ചറി എന്ന് പറയുന്ന സ്ഥലം എല്ലായിടത്തും ഒരു ഭീകരാന്തരീക്ഷമുള്ള സ്ഥലമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുൻവശം കണ്ടാൽ ഇത് മോർച്ചറി ആണോ എന്ന് ഒരു നിമിഷമെങ്കിലും അവർ ചിന്തിക്കും. എന്റെ മനസ്സിൽ ഈ മോർച്ച എന്ന് പറയുമ്പോ ഈ ഇരുണ്ട മുറിയും എരിയുന്ന ബൾബും ഒരു ബെഞ്ചും തന്നെയായിരുന്നു കേട്ടോ, ഒരു ഡെസ്കും തന്നെയായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു മോർച്ചറിക്ക് അങ്ങനെ ഒരു മുഖം മാറുന്നത് ഒരു നല്ല നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് അവിടെ ബുക്ക് വായിക്കുക അങ്ങനെ നോക്കുക എന്നുള്ളതല്ല. നമ്മുടെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വ്യക്തി ഇപ്പം എന്ത് വന്നിരുന്നാലും ഒരു മരണപ്പെട്ട ഒരു വ്യക്തി വരുമ്പോൾ ഒരു നിമിഷം അവർ പല മൈൻഡിലാണെങ്കിലും ചിലപ്പോൾ നമ്മുടെ മീനുകളെ കാണുമ്പോഴോ അല്ലെങ്കിൽ ചുമർച്ചത്രം കാണുമ്പോൾ ഒരു നിമിഷം അവരുടെ മൈൻഡ് ഒന്ന് റിലാക്സേഷൻ ആവും. അത് മാത്രമേ നമ്മൾക്കിടെ അതിനകത്ത് ഉദ്ദേശിക്കുന്നുള്ളൂ. അത് ചെയ്തപ്പോഴും ഒരുപാട് വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ പോലെ. പക്ഷെ വിമർശനങ്ങൾക്ക് എല്ലാവർക്കും വിമർശിക്കാം, എപ്പോഴും പുറമേ നിന്ന് കാണുന്ന പോലെ ആയിരിക്കുന്നില്ല അകത്തെ കാര്യങ്ങൾ. ഇപ്പൊ വിമർശിക്കുന്നവർക്ക് വിമർശിച്ചു കൊണ്ടേയിരിക്കാം. ആ വിമർശിക്കുന്നവർ ഒരു നേരം ഒരു 5 മിനിറ്റ് തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിൽ വന്ന് നിന്നിട്ട് തിരിച്ച് ഒരു വീക്ഷണം നടത്തണം, അപ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ഇപ്പൊ പല രീതിയിലുള്ള മാനസികാവസ്ഥയിലുള്ള ആളുകൾ മോർച്ചറിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞല്ലോ. ഈ കണ്ടു നിൽക്കലെ പോലീസിന് തന്നെ പലപ്പോഴും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ക്രൗഡ് ബിഹേവ് ചെയ്യുന്ന അങ്ങനത്തെ സന്ദർഭങ്ങൾക്ക് സാക്ഷിയാവുണ്ടോ വന്നിട്ടുണ്ടോ? ഇഷ്ടംപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. കാരണം ഒന്നാമത്തെ വർഷം അതിനകത്തൊക്കെ മാനസികമായിട്ടുള്ള ഒരു വിഷമം എന്ന് പറയുന്നത് ഈ മൃതശരീരങ്ങൾ വെച്ചുകൊണ്ട് ബന്ധുക്കൾ തമ്മിലടിക്കും. മൃതശരീരം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങുമ്പോൾ ബന്ധുക്കൾ തമ്മിലടിക്കുന്ന സംഭവങ്ങളുണ്ട്. എന്തായിരിക്കും ഇതിന്റെ ഒരു ബേസ് സ്വാഭാവികമായിട്ടും സാമ്പത്തികം, സ്വത്ത് തർക്കം, അല്ലെങ്കിൽ ഇളയത് മൂത്തം തമ്മിലുള്ള തർക്കങ്ങൾ, അച്ഛനും മക്കൾ തമ്മിലുള്ള തർക്കം, അങ്ങനെയൊക്കെ ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്. അതിനെ കാരണം ആ വിഷയത്തിൽ തന്നെ എനിക്കെതിരെ, അതായത് നമുക്കവിടെ ഒരു മൃതശരീരം വന്നു കഴിഞ്ഞാൽ ആ മൃതശരീരത്തിനോടാണ് നമുക്കുള്ള ആദരവ് എന്ന് പറയുന്നത്. നമ്മൾ ആ മൃതശരീരം കൃത്യമായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ചേരി തിരിഞ്ഞ് ഈ മൃതശരീരം വെച്ച് അഴിയുണ്ടാക്കിയ ആൾക്കാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടുത്തെ ജീവനക്കാരനെ ഇടപെട്ടേ പറ്റും. അപ്പം നമ്മളവിടെ സെക്യൂരിറ്റിയാണ്, സുരക്ഷാ ജീവനക്കാരാണ്. ബോഡി മാറ്റി വെച്ചിട്ട് ഈ പ്രശ്നമുണ്ടാക്കുന്നവരെ എല്ലാവരും പുറത്താക്കണം, അതാണ് നമ്മുടെ ജോലി. ആ പ്രശ്നമുണ്ടാക്കിയ ആൾക്കാരെ പുറത്താക്കിയതിന്റെ പേരിൽ എനിക്കെതിരെ വൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പോലീസല്ല, ഈ വന്ന ആളുകളിൽ ചിലർ അത് ഒരു വലിയ കയ്യങ്കളി എന്നല്ല, പുറത്തുള്ള കൊട്ടേഷനിലോട്ട് പോലെ പോയിട്ടുണ്ട്. അതാണ് അവിടുത്തെ ഒരു ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ അതൊക്കെ സോൾവ് ചെയ്തു. കാരണം നമുക്കവിടെ ആരുമായിട്ട് കമ്മിറ്റ്മെന്റ് ഇല്ല, അവിടെ സമാധാനം. കാരണം മോർച്ചറി എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, അല്ലെങ്കിൽ ഒരു ബോഡിയുടെ ആൾക്കാർക്കല്ല. മോർച്ചറിയിൽ വരുന്ന എല്ലാ ബോഡികളെയും പോസ്റ്റ്മോർട്ടം കഴിയുക സമാധാനപരമായിട്ട് അവിടെ നമ്മൾ കൊടുക്കുക എന്നുള്ള കാര്യം ചെയ്യുന്നത് വരെ സുരക്ഷാ ജീവനക്കാരന്റെ ഉത്തരവാദിത്വമാണ്. അപ്പം ഈ റീസെന്റ് ആയിട്ടൊരു പ്രശ്നം ഉണ്ടായതും ഇതേകളൊക്കെയാണ്. നമ്മളവിടെ ആ മോർച്ചറിയുടെ ഫ്രണ്ടിൽ വന്നിട്ടും പ്രശ്നമാണ്, എങ്ങനെ തർക്കമാണ്. അപ്പൊ അവരുടെ ആ ഒരു ബോഡി മാത്രമേ അവർ കാണുന്നുള്ളൂ. നമുക്ക് അത്രയും ക്രൗഡ് അവിടെ ഉണ്ട്, അവരെ നമുക്ക് നിയന്ത്രിച്ചേ പറ്റും, അതിനല്ലേ സുരക്ഷാ ജീവനക്കാരാണ്. അപ്പൊ ഈ ഇടപെട്ട ഒരു ഇതേ വിഷയം വന്നപ്പോൾ 2 കൂട്ടരെയും ഗേറ്റിന് പുറത്ത് വാങ്ങും. സ്വാഭാവികമായി 2 ഗേറ്റ്. അതിൽ ഒരാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. നീ അവിടെ പറയാൻ കുറച്ച് നേരെ നമ്മുടെ കയറി. അപ്പം അവിടെ പോലീസുകാരാണ്. നേരെ ഇവിടെ നിങ്ങളെ ബോഡി മാത്രമല്ല, ഒരുപാട് ബോഡികളുള്ളതാണ്, പുറത്ത് പോയി നിൽക്കാൻ പറഞ്ഞു. പിന്നെ അപ്പോഴെല്ലാം നമ്മുടെ പോലീസ് നമുക്ക് വളരെ സപ്പോർട്ടാണ്, മെഡിക്കൽ കോളേജ് പോലീസ്. എന്ത് വിഷയം വന്നിരുന്നാലും അപ്പം വിളിച്ചു പറഞ്ഞ ആ സ്പോട്ടിൽ തന്നെ അവിടെ നിന്ന്, ഇപ്പം മോർച്ചറി ആയതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ പോലീസിന്റെ ഒരു ആക്ഷൻ അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് മറ്റൊരു പ്രയാസം എന്ന് പറഞ്ഞാൽ ഈ ബോഡിയൊക്കെ വെച്ചിട്ട് പിന്നെ മക്കൾ തമ്മിൽ അടിക്കുന്ന വിഷയങ്ങളൊക്കെ വരുമ്പോഴേ സ്വാഭാവികമായിട്ടും ഒരു ജീവനക്കാരെന്ന നിലയിൽ നമുക്ക് പ്രയാസം ഉണ്ടാവുന്നേ. മരണപ്പെട്ട് കഴിഞ്ഞിട്ടും ഒരു
സമാധാനമില്ലാതെ പോവുക എന്ന് പറയുന്നത്. അതൊക്കെ ഈ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ബന്ധുക്കൾ മൃതദേഹത്തിനോട് ഈ വഴക്കിടുന്ന അല്ലാതെ മറ്റെന്തെങ്കിലും രീതിയിലൊരു അനാദരവ് കാണിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനത്തെ നമ്മുടെ അങ്ങനെ ഒരു ഇതൊന്നുമില്ല. പിന്നെ അത് തന്നെ അനാദരവാണല്ലോ. അതെ. കാരണം അതായത് മരണപ്പെട്ട് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വെളിയിൽ വെച്ചിട്ടാണ് ഈ തർക്കം വരുന്നത്. ആ സമയത്താണ് നമുക്ക് ഒരു പ്രയാസം. കാരണം അത്രയും ദിവസം അച്ഛനോ അമ്മയോ ആവട്ടെ, അങ്ങനെ വെച്ച് തർക്കിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. ഈ പോലീസായിട്ടുള്ള ഇന്ററാക്ഷൻസിലെ പലപ്പോഴും ഈ ധർമ്മസങ്കടങ്ങളുമായിട്ട് വരുന്ന പാരൻസിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ആളുകളുടെയോ കാര്യങ്ങൾ പോലീസിനോട് പറയുന്നതിന് സാക്ഷിയായിട്ടുണ്ടോ എന്ന് അറിഞ്ഞാൽ കൊള്ളാം. എന്നിട്ട് അതായത് പലപ്പോഴും ഈ ആത്മഹത്യയൊക്കെ കഴിഞ്ഞിട്ടുള്ള മക്കളെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യരുതേ, എൻ്റെ മകളുടെ ശരീരം വെട്ടിക്കീറരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപേക്ഷയായിട്ട് പോലീസുകാരുടെ അടുത്തേക്ക് വരുന്ന ആളുകളെ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത് അങ്ങനെ ചിലവർ വന്ന് പറയാം. ഈ പ്രായമുള്ള അച്ഛനും അമ്മയൊക്കെ വന്നിങ്ങനെ പറയാറുണ്ട്. അത് ബോഡി വെക്കുമ്പോൾ പറയും. ഇങ്ങനെ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ബോഡി വെക്കുന്ന സമയത്ത് മോനെ ഇത് പോസ്റ്റ്മോർട്ടം ഇല്ലാതെ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് നമ്മളടുത്ത് പറയാറുണ്ട്. നമ്മളടുത്ത്, അതായത് ഈ ബോഡി വെക്കാൻ വരുന്ന സമയത്ത് നമ്മൾ പറയുന്നത് വെച്ചാൽ അമ്മ അച്ചാച്ചി എന്ന് പോയി നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി പറയണം, അവിടെ പോയി പറഞ്ഞാൽ മതി. അത് ആ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന ബോഡിയാണെന്ന് പറഞ്ഞ് നമ്മളതിനെ ഡൈവേർട്ട് ചെയ്ത് വേണം. അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അച്ഛനും അമ്മയൊക്കെ വന്നിട്ട് ഇങ്ങനെ എൻ്റെ മോനെ ഒന്നും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു വരുന്നത് അങ്ങനെ വരാറുണ്ട്. ഇത് പിന്നെ പോലീസുകാരായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ടോ? അല്ല, അത് അവർക്ക് നിയമവ്യവസ്ഥയിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവര് പിന്നെ അവരുടെ പ്രൊസീജിയർ അനുസരിച്ച് ചെയ്യത്തുള്ളൂ കാര്യങ്ങൾ. ഈ പ്രൊഫഷൻ എടുത്തതിന് ശേഷേ ഇപ്പോൾ മറ്റ് ഇപ്പോൾ ഒരു ജ്വല്ലറിക്ക് സെക്യൂരിറ്റി നിൽക്കുന്നത് പോലെ, ഒരു ATM സെക്യൂരിറ്റി നിൽക്കുന്നത് പോലത്തെ ഒരു ജോലിയല്ലല്ലോ ഇത്. ഈ കുടുംബത്തിൻ്റെയോ അല്ലെ മക്കളുടെയോ ഒക്കെ സപ്പോർട്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള അധിക്ഷേപങ്ങൾ അങ്ങനെയൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ള അനുഭവങ്ങളുണ്ടോ? ഇല്ല, അങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഇല്ല. അങ്ങനത്തെ അനുഭവങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇനി ഭാവിയിൽ പറയാൻ പറ്റത്തില്ല. ദൈവവിശ്വാസിയാണോ? യെസ്. അപ്പൊ ഈ ദൈവം ഉണ്ടെങ്കിൽ അപ്പുറത്തെ ആത്മാക്കളും ഉണ്ട്, അങ്ങനത്തെ വിശ്വാസത്തിൽ വിശ്വസിക്കണ്ടേ? അല്ല, അങ്ങനത്തെ ഈ പണ്ട് ആൾക്കാർ പറയുന്നുണ്ട്. ഞാനിപ്പോ കുറച്ചു മുമ്പ് പറഞ്ഞത്, ഞാൻ ഈ ഇടയ്ക്ക് നമ്മളെ ഈ ചെന്നൊരു 5 മിനിറ്റ് TV ഇടുമ്പോൾ ഈ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ പ്രമുഖ ചാനലിൽ തന്നെ ഒരു സംവാദം കണ്ട. അപ്പൊ അതൊക്കെ കേട്ടിട്ട് സത്യം പറഞ്ഞാൽ ചിരിയാണ് നമുക്ക്. അതായത് യഥാർത്ഥത്തില് പൊതുജനങ്ങളെയും വളർന്നു തരുന്ന യുവതലമുറയെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? തീർച്ചയായിട്ടും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിനെ ഈ പറയുന്ന ആളുകൾ തിരുത്താനും ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. കാരണം അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു. കാരണം അവരെല്ലാവരും പറയുന്നത് മകൻ നഷ്ടപ്പെട്ട അച്ഛന് ചിലപ്പോൾ അതങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവാം. പക്ഷെ അത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയായൊരു കാര്യമല്ല. അവരുടെ വിശ്വാസം അവരുടെ മനസ്സിലിരിക്കേണ്ട. ഇപ്പൊ മകൻ വന്ന് ആഹാരം കഴിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞൊരു, പക്ഷെ അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ അപ്പൊ എന്തൊക്കെ കാണേണ്ടി വന്നേ? ആത്മാവായ മകൻ വന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 24 മണിക്കൂറും ജോലി ചെയ്യുന്ന ഞാൻ മാത്രമല്ല. ഇപ്പൊ മോർച്ചറി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ കൂടെ മറ്റൊരു സെക്യൂരിറ്റി ഉണ്ട്. അതുപോലെ തന്നെ മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അറ്റൻഡർമാര് നമ്മളൊരു വലിയൊരു കൂട്ടായ്മ, അവരെല്ലാവരും കാണണ്ടേ? അപ്പൊ നമ്മള് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു സത്യം പറഞ്ഞാല് ഒരു ചിരിയാണ് വരുന്നതെങ്കിൽ പോലും പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സയന്റിഫിക് ആയിട്ട് തന്നെ അവബോധം കൊടുക്കണം. തീർച്ചയായിട്ടും. മറ്റൊരു കാര്യം പലപ്പോഴും ഞാൻ ആലോചിക്കാറുള്ളത്, മനുഷ്യന് സ്വാഭാവികമായിട്ടൊരു അറപ്പുണ്ടാവുമല്ലോ കാര്യങ്ങളോട്. അതിനെങ്ങനെ കണ്ണനെ പോലുള്ള ആളുകൾ അതിജീവിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ജീർണതാവസ്ഥയിലുള്ള മൃതദേഹങ്ങളെ പറ്റി പറഞ്ഞു. അപ്പോൾ പലപ്പോഴും പുഴുക്കളൊക്കെ വരുന്ന ശവശരീരങ്ങളെ നിങ്ങൾ നേരിടേണ്ടി വരും. ഇത് എങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്തിട്ട് ഇത് ഒരു ജോലി മാത്രമാണ്, ഇതൊരു പ്രൊസീജിയർ മാത്രമാണ്, ആ മാനസികാവസ്ഥയിലേക്ക് എങ്ങനെ എത്തുക? അല്ല, അത് ഇപ്പൊ പറഞ്ഞ ഒരു കാര്യം പോയിന്റ് ഞാൻ പറയാം. ഈ ജീർണാവസ്ഥയിൽ കിടക്കുന്ന മൃതശരീരങ്ങള്, ഈ ചില ശരീരങ്ങൾ കാലപ്പഴക്കം കൂടുന്ന സ്മെല്ല് വളരെ അധികം കൂടും, സ്മെല്ലാണ്. ഇപ്പോഴത്തെ സമയത്ത് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഒന്നും ആ സ്മെല്ല് അറിയാൻ പറ്റത്തില്ല, അറിയാൻ പറ്റത്തില്ല. കാരണം പല പോലീസ് ഉദ്യോഗസ്ഥരും ചോദിച്ചിട്ടുണ്ട്. കാരണം നമ്മളവിടെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ മാസ്ക് ഒന്നും വെക്കാറില്ല. ഈ ബാക്കി പോലീസുകാരെല്ലാവരും, ബാക്കി എല്ലാ ആൾക്കാരും മാറി നിൽക്കും. എല്ലാവരും മാസ്ക് വയ്ക്കും, ചിലപ്പോൾ അങ്ങ് മാറി നിൽക്കാറുണ്ട്. പക്ഷെ നമ്മളടുത്ത് ചോദിക്കും, എന്താ വെക്കാത്ത? എനിക്കങ്ങനെ അത്രയും സ്മെല്ലുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു പോകും. കാരണം നമുക്കിപ്പോൾ
നിലവിലെ സാഹചര്യത്തിൽ ഈ സ്മെല്ലൊന്നും നമുക്ക് എന്താ പറയണ്ടേ അറിയാൻ പറ്റത്തില്ല. പക്ഷെ തുടക്കകാലത്ത് തുടക്ക സമയത്ത് നമുക്കൊരു ഈ മൂക്കിന് താഴെ ഒരു വാട സ്മെല്ല് ഇങ്ങനെ ഉണ്ടാവും. മൂക്കിന് ഇവിടെ കുറച്ച് ദിവസം അങ്ങനെ നിൽക്കുകയായിരുന്നു. പിന്നെ ആയപ്പോൾ അതങ്ങ് പോയി. ജീർണാവസ്ഥയിലുള്ള മൃതശരീരം, അതാണ് പറഞ്ഞത്. ഇനി എന്ത് ജീർണാവസ്ഥയിൽ വന്ന മൃതശരീരമായിരുന്നാൽ പോലും ഞങ്ങൾ അവിടുത്തെ ജീവനക്കാർ മൊത്തത്തിൽ മോർച്ചറിയുടെ മുഴുവൻ ആളുകൾ എത്ര ജീർണാവസ്ഥയിൽ വരുന്ന ബോഡി ആണെങ്കിൽ പോലും അതിനെ നല്ല രീതിയിൽ തിരിച്ച് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് തിരിച്ച് ബന്ധുക്കൾക്ക് കൊടുക്കുന്നത് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് വളരെ എല്ലാ ക്ലീൻ ആദരവുകളും ചെയ്ത് എല്ലാ ആദരവോടുകൂടിയാണ് തിരിച്ചു കൊടുക്കുന്നത്. ഞാൻ എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല, സുരക്ഷാ ജീവനക്കാരൻ മാത്രമല്ല, ഞാൻ പറഞ്ഞതല്ലേ മോർച്ചറി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ടേബിളിൽ ചെയ്യുന്ന അറ്റൻഡർമാർ എല്ലാവരും ഉൾപ്പെടെ, ഡോക്ടേഴ്സ്, അറ്റൻഡർ, ടെക്നീഷ്യൻസ്, എല്ലാവരും ഉൾപ്പെടുന്ന ഒരു വലിയൊരു ടീം വർക്കാണ്. ഒരു മനുഷ്യന്റെ മരണം അയാളുടെ ജീവിതത്തിന് ഏറ്റവും അവസാനത്തെ ഒരു വലിയ ഘട്ടമാണല്ലോ. അതിന് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ആളുകളാണ് മോർച്ചറിയിലെ എല്ലാവരും. അവർക്ക് പക്ഷെ വേണ്ട രീതിയിലുള്ള ഒരു ബഹുമതിയോ പരിഗണനയോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ ജനിക്കുമ്പോൾ അയാൾക്ക് ചുറ്റുമുള്ള നഴ്സസിനും ഡോക്ടേഴ്സിനും ഒക്കെ കിട്ടുന്ന ഒരു വിലയും ഒക്കെ ഉണ്ടല്ലോ. അത് ഈ വിഭാഗത്തിന് കിട്ടുന്നില്ല. അങ്ങനെ തോന്നുന്നുണ്ടോ കണ്ണന്? അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ആളുകൾ കുറച്ചുകൂടി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 365 ദിവസവും ഇപ്പം എല്ലാവരും ഓണം വന്നാൽ, തിരുവോണം വന്നാൽ വീട്ടിൽ സ്പെൻഡ് ചെയ്യാനായിരിക്കും എല്ലാവരുടെയും ആഗ്രഹം. ഓണം വന്നിരുന്നാലും, തിരുവോണം വന്നിരുന്നാലും, വിഷു വന്നിരുന്നാലും, റംസാൻ വന്നാലും, ക്രിസ്മസ് വന്നിരുന്നാലും ഞങ്ങൾ അവിടെ എല്ലാ ദിവസവും തുറന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് മോർച്ചറി. ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റിനും അവധിയാണ്. പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, അവർക്കും ഈ ഡ്യൂട്ടി തന്നെയാണ്. നിൽക്കാൻ പറ്റില്ല. അതെ. ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റൽ തന്നെയാണ്, പക്ഷെ മോർച്ചറി എന്ന് പറയുന്ന സ്ഥലം 365 ദിവസവും ഓപ്പൺ ആയിരിക്കും. ശനിയും ഞായറിനോ ഒരു അവധി ദിവസം, ശനി ഞായർ ഓണം അങ്ങനെ ഒരു ഇത് വന്നിരുന്നാലും ഞങ്ങൾക്ക് അവധിയില്ല. പിന്നെ നമ്മളവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലീവൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കും. പിന്നെ ആ ഒരു ചുറ്റുപാടിൽ അങ്ങനെ പോകുന്നു. ഇനിയും തുടർന്ന് ഈ ജോലി തന്നെ ചെയ്യാനാണോ കണ്ണൻ ആഗ്രഹിക്കുന്നത്? തുടർന്ന് ജോലി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്. കാരണം ഇപ്പം 8 വർഷമായി. ഞാൻ മാത്രമല്ല, നമ്മളവിടെ ഇപ്പം സുരക്ഷാ ജീവനക്കാർക്കുണ്ടായ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന്. അത് എന്താവുമെന്ന് അറിയത്തില്ല. അല്ല, ഞാൻ പറയുന്ന പ്രൊസീജിയറലായിട്ടുള്ള ഒഫീഷ്യൽ കാര്യങ്ങളല്ല പറയുന്നത്. മനസ്സുകൊണ്ട് ഈ ജോലി മനസ്സുകൊണ്ട് ജോലി ഇഷ്ടമാണ്. കാരണം ഞാൻ മനസ്സുകൊണ്ട് ജോലി ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ആ ജോലി ഏറ്റെടുത്തു. അപ്പോൾ ആ ഏറ്റെടുത്ത കാലഘട്ടം മുതൽ ഇന്ന് 8 വർഷക്കാലത്തിനകത്ത് ഒരു മോർച്ചറിയെ കുറിച്ച് ഞാൻ ഒരു നെഗറ്റീവായിട്ട് ഒരു വിഷയം ഞാൻ ജോലിക്ക് കയറിയത് മുതൽ ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല, അനുവദിച്ചിട്ടുള്ള. അതിന് എപ്പോഴും അവിടുത്തെ കുറച്ചൊരു പോസിറ്റീവ് വാർത്തയാണ് ഞാൻ ഏറ്റവും കൂടുതലും അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അത് സംബന്ധിച്ചിട്ടാണെങ്കിൽ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഇത്രയും ദിവസം അവിടെ ജോലി ചെയ്ത വ്യക്തി എന്ന നിലയിൽ. പിന്നെ തുടർന്ന് അങ്ങോട്ട് പോകാൻ ആഗ്രഹമുണ്ട്. പിന്നെ ഇത് മാത്രമല്ല, ഞാൻ മറ്റൊരു പ്രൊഫഷൻ കൂടി എനിക്കുണ്ട്. ഞാൻ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് കൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ അതും കൂടി മുന്നോട്ടിങ്ങനെ കൊണ്ടുപോകുന്നു. തീർച്ചയായും ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു അവസ്ഥ കൂടി ഇതിനകത്തുണ്ടല്ലോ. അതായത് ഒരു മനുഷ്യനെ ഏറ്റവും അവസാനമായി സ്നേഹിക്കാൻ പറ്റുക, അയാളോട് ബഹുമാനം പുലർത്താൻ പറ്റുക, ആ ഒരു അവസ്ഥ കൂടി ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ. അത് ചെയ്യുന്നതിൻ്റെ ഒരു സംതൃപ്തി കണ്ണനിൽ കാണാനാവുന്നുണ്ട്. അത് വലിയ കാര്യമാണ്. തുടർന്ന് ജോലി ചെയ്യാനാവട്ടെ, ഇനിയും ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാനാവട്ടെ. ഈ ആത്മാക്കളും പ്രേതങ്ങളും ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു സയൻറ്റിഫിക് ടെമ്പറിൻ്റെ കൂടി ആവശ്യമുണ്ട് എന്ന് പറഞ്ഞത് വളരെ വലിയൊരു പോയിൻ്റാണ്. അത് ഞാൻ ഓർത്തിരിക്കുന്നു. അത് പ്രചരിപ്പിക്കാനും ആത്മഹത്യകളെ പറ്റിയിട്ടുള്ള പഠനങ്ങളെ പറ്റി, അതും കൗമാരക്കാർക്കിടയിലുള്ളതിനെപ്പറ്റി ആലോചിക്കാനും മാധ്യമ ശ്രദ്ധ വരുത്താനും മൂവി വേൾഡും പ്രതിജ്ഞാബദ്ധരായിരിക്കും. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം.